കേട്ടത് സത്യമാണോ താരേച്ചി? അതെ, അവള് ക്വാറന്റൈനിലാന്നാ കേട്ടത്. അപ്പൊ ഇനി ഉടനെയൊന്നും അവളുടെ ശല്യം ഉണ്ടാവില്ല. ഉടനെയെന്നല്ല, ഇനി ഈ അമരാവതി വീട്ടിൽ അവളുടെ ഒരു ശല്യവും ഉണ്ടാവില്ല. പതുക്കെ പറ, അമ്മ വരുന്നു. അമ്മ ക്ഷേത്രത്തിലേക്കാണോ? അതെ, എന്താ? എന്നാ പിന്നെ ഞാനും വരാം. വേണ്ട, ഒറ്റയ്ക്ക് പോകാൻ എനിക്കറിയാം. അർജുൻ, വണ്ടി എടുക്ക. ഇതൊക്കെ ഇനി എന്റെ കയ്യിലിരിക്കട്ടെ. അയ്യോ, അവളുടെ കയ്യിൽ ഇഷ്ടംപോലെ സാരി ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ അടിച്ചു മാറ്റാം. ഇത് തന്നെ. തിരിച്ചു വരാത്ത അമ്മായിയമ്മയ്ക്ക് ഇനി ഈ സാരിയുടെ ഒരാവശ്യമില്ല. അമ്മായിയമ്മ ഇതെനിക്ക് ഗിഫ്റ്റ് തന്നതായിട്ട് ഞാനിങ്ങ് കരുതിക്കോളാം. എന്താ ഇതിനകത്തൊരു പരിപാടി? ഇതെന്തായി കയ്യിലിരിക്കുന്നെ? ഏയ്, ഒന്നുമില്ല. എന്റെ ചില മേക്കപ്പ് സാധനങ്ങള് ഞാൻ നേരത്തെ ജ്യോതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വന്നതാ. നിന്റെ മേക്കപ്പ് സാധനങ്ങളോ? എടി പേരും കള്ളി, നീ ഇത് മോഷ്ടിച്ചല്ലേ? ഞാനോ? ഏയ് ഇല്ല, ഇതൊക്കെ എന്റെ തന്നെയാ. അപ്പൊ ഈ സാരിയോ? ഇതാരുടെയാ? പറയടി. ഇത് ജ്യോതിയുടെ സാരിയാ മായച്ചി. അവൾ ഇത് ഉടുക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളതാ. നാണമില്ലടി നിനക്ക് ഈ സാധനമൊക്കെ മോഷ്ടിക്കാൻ? എന്തെങ്കിലും വേണമെങ്കിൽ നിന്റെ ഭർത്താവിനോട് പറഞ്ഞാ അവൻ വാങ്ങിക്കൊണ്ടുവരില്ലേ? അപ്പൊ മോഷ്ടിക്കാൻ പറ്റില്ലല്ലോ. എടി, ഓരോരുത്തർക്കും ഓരോ അന്തസ്സുണ്ട്. അതിന് യോജിച്ചവരുടെ കയ്യിൽ നിന്നേ കടം വാങ്ങാൻ പോലും പാടുള്ളൂ. അപ്പൊ പിന്നെ ഈ വീട്ടിൽ നമ്മളെക്കാളും ഒരുപാട് താഴെയെന്ന് നമ്മൾ കരുതുന്ന അവളുടെ സാധനങ്ങൾ തന്നെ വേണോ നിനക്ക് മോഷ്ടിക്കാൻ? ഇവളുടെ സ്വഭാവത്തിന് ഇപ്പൊ തന്നെ ഈ സാരി ഉടുത്ത് 4 സെൽഫി എടുത്ത് ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റയിലോ പോസ്റ്റ് ചെയ്യും. അതാ ബേക്കറിക്കാരി കാണുകയും ചെയ്യും. അവൾ ആ പോസ്റ്റിനടിയിൽ എങ്ങാനും വന്ന് ഇതെന്റെ സാരിയാ, ഇവളിത് മോഷ്ടിച്ചതാന്ന് കമന്റ് ഇട്ടാ അത് നിന്റെ ആരാധകര് മൊത്തം അറിയും. അതിലും വലിയ നാണക്കേട് ഈ ജന്മത്ത് കിട്ടാനില്ല. മര്യാദയ്ക്ക് പോയി കൊണ്ടുവയ്ക്ക. ഇങ്ങത്താ എന്താടി ഇത്? ചോദിച്ചത് കേട്ടില്ലേ? എവിടെ നടി ഇത് മോഷ്ടിച്ച? അയ്യോ, ഇത് ഞാൻ മോഷ്ടിച്ചൊന്നല്ല, ആ സാരിക്കകത്ത് എങ്ങാനും ഇരുന്നതായിരിക്കും. ഇവള് കള്ളം പറയുന്ന വായിച്ചി, ഇവളിത് മനപ്പുറം മോഷ്ടിച്ചെന്നാ. വെറുതെ എന്നെ കളിയാക്കല്ലേ. എന്തെങ്കിലും കോസ്മെറ്റിക്സ് സാരിയോ മറ്റോ ഞാൻ ചുമ്മാ തമാശക്ക് എടുക്കുന്നല്ലാതെ ഞാൻ ആരുടെ സ്വർണ്ണം ഒന്നും ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല. ഇതാ സാരിക്കകത്ത് തന്നെ കുരുങ്ങിയിരുന്നത് തന്നെ എനിക്ക് ഉറപ്പാ. വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുന്നത് ശരിയാ. കൈക്കൂലിക്കാരനായ അച്ഛന്റെ മോളല്ലേ, അപ്പൊ കള്ളം പറയാനും മോഷ്ടിക്കാനും നല്ല മിടുക്കായിരിക്കും. സ്റ്റോപ്പ് ഇറ്റ്. മര്യാദയ്ക്ക് സംസാരിക്കണം. നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിന് എന്റെ അച്ഛനെ ഇതിലേക്ക് വലിച്ചിടരുത്. എന്താടി നോവുന്നു നിനക്ക്? കൈക്കൂലിക്കാരനായ വില്ലേജ് ഓഫീസറെ ചെരുപ്പമാലയിട്ട് നാട്ടുകാരെ കൂവി വിളിച്ച കഥകള് ഇപ്പോഴും ആരും മറന്നിട്ടുണ്ടാവില്ല. പഴയ പത്രങ്ങളൊക്കെ എടുത്ത് തരട്ടെ നിനക്ക്.
അതൊക്കെ ഒന്നുകൂടി ഓർക്കാം. എടി, ചിത്ര, നീ എന്താടി കാണിക്കുന്നത്? ആർക്ക് നേരെ കൈപൊക്കിയെന്ന് അറിയാം നിനക്ക്? സോറി പറയടി. എടി മായച്ചോട് സോറി പറയാൻ. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു. ഇപ്പൊ ഞാൻ കൈ ഉയർത്തിയെന്നേ ഉള്ളൂ. ഇനി ചിലപ്പോ കൈ കരണത്ത് വീണെന്നിരിക്കും. ഇവർക്കൊരു വിചാരമുണ്ട്, ഈ വീട്ടിലെ മൂത്ത മരുമകളായി പോയതുകൊണ്ട് അധികാരം മുഴുവൻ ഇവരുടെ തലയിലാണെന്ന്. നമ്മളെ ഭരിക്കാൻ എന്ത് അവകാശം ഇവർക്കുള്ളത്? നമ്മൾക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത എന്ത് അധികാരം ഇവർക്കുള്ളത്? ഒന്നുമില്ല. നമുക്ക് 3 പേർക്കും ഒരേ അധികാരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. ഇല്ലാത്ത അധികാരത്തിന്റെ കിരീടം ആരെങ്കിലും എടുത്ത് തലേ വെച്ചാ അത് അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ചിത്ര, നീ എന്തൊക്കെയാ പറയുന്നേ? ആരാ ഇപ്പൊ ഇവിടെ അധികാരം കാണിച്ചേ? മായച്ചിയോ? അത് നിന്റെ തെറ്റായ ധാരണയാ. മായച്ച നമ്മളെ ഗൈഡ് ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ. അവസരത്തിനനുസരിച്ച് വാക്ക് മാറ്റി പറയുന്ന ശീലം താരേച്ചിക്ക് കാണും. എന്നോട് പണ്ട് പറഞ്ഞതൊക്കെ താരേച്ചു മറന്നു കാണും. പക്ഷെ ഞാൻ മറന്നിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞു എന്നാ? ചിത്ര, വെറുതെ ഇല്ലാത്ത പറയല്ലേ. ഇല്ല കഥയോ? സിത്താരെ DK കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ താരേച്ചി ശ്രമിച്ചത് ഇല്ല കഥയാണോ? അതൊക്കെ ഇപ്പൊ പറയുന്ന എന്തിനാ? കഴിഞ്ഞു പോയില്ലേ എല്ലാം? അങ്ങനെ ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല. ഈ വീട്ടിലെ മായിച്ചിയുടെ അധികാരം അവസാനിപ്പിക്കാൻ വേണ്ടിയല്ലേ അനിയത്തിയായ സിത്താരെ DK കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചത്. കല്യാണം കഴിഞ്ഞ പിന്നെ അമരാവതിയുടെ അധികാരം എന്റെയും താരേച്ചിയുടെയും സിത്താരയുടെയും കയ്യിലായിരിക്കുമെന്ന് എത്ര വട്ടം താരേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും വിശ്വസിക്കല്ലേ മായച്ചി? ഇവള് കള്ളിയാ, പെരുങ്കള്ളി. കള്ളത്തരം പറയുന്ന ഇതല്ല. അല്ലാതെ ഞാൻ മായച്ചി കുറച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു മായച്ചിക്ക് തോന്നുന്നുണ്ടോ? അത്രയ്ക്കായോ? ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിലെ ഡിജിറ്റൽ തെളിവുണ്ട്. ഇപ്പൊ ഈ ടിവിയിലൂടെയൊക്കെ ഓരോരുത്തർ സത്യം വെളിപ്പെടുത്തുന്നില്ലേ? അത് തന്നെ ശബ്ദരേഖ. കേട്ടോ? നീ നോക്കിക്കോ ചിത്രേ, സിത്താരയും ഡിക്കും തമ്മിലുള്ള കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ ഈ അമരാവതി നമ്മൾ ഭരിക്കും. അമരാവതിയുടെ അധികാരത്തിന്റെ താക്കോൽ മായച്ചയുടെ കയ്യിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കും. എന്നിട്ട് അവരെ കൊണ്ട് ഈ വീട്ടിലെ സകല ജോലിയും ചെയ്യിക്കും, അടിമയെ പോലെ. വേണ്ടി വന്നാ അവരെ നമ്മൾ ഈ അമരാവതിയിൽ നിന്ന് ഇറക്കി വിട്ടോന്നും വരും. കേട്ടല്ലോ ശബ്ദം? ഇത് താരേച്ചിയുടെ ശബ്ദം തന്നെയല്ലേ? ഇടിച്ചതിച്ച് അപ്പോഴത്തെ ആവേശത്തിന് വെറുതെ എന്തെങ്കിലും പറഞ്ഞു കരുതി നീ എന്തിനാടി അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചേ? ഇതൊക്കെ എപ്പോഴെങ്കിലും ആവശ്യം വരുമെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. ഇനിയും കിടപ്പുണ്ട് വോയിസ് ക്ലിപ്സ്, കേൾക്കണോ? അയ്യോ വേണ്ടായേ, നീ ഇനി ഒന്നും കേൾപ്പിക്കണ്ട. കേട്ടത് തന്നെ മതി, എന്റെ ജീവിതം തൊലഞ്ഞു. ചിത്രേ, ബാക്കി കൂടെ പ്ലേ ചെയ്, കേക്കട്ടെ. എന്നെ കുറിച്ച് ഇവളെന്തൊക്കെയാ പറഞ്ഞതെന്ന് ഞാനും കൂടി കേൾക്കട്ടെ. പ്ലേ ചെയ്. പ്ലീസ് പ്ലീസ് പ്ലീസ്. പറ്റിപ്പോയി മായച്ചി, പറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം. നീയൊക്കെ എന്ത് സാധനങ്ങളടി! ഇക്കണക്കിന് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനും മടിക്കില്ലല്ലോ. ഇവളെയൊക്കെയാണല്ലോ ദൈവമേ ഞാൻ അനിയത്തിമാരായിട്ട് കൊണ്ടു നടന്നത്. ഇനിയുണ്ട്, കേൾക്കണോ? വേണ്ട, കേട്ടതൊക്കെ തന്നെ ധാരാളം. ഇനി മേലാൻ എന്നെ കുറിച്ച് ഇങ്ങനെ പറയോടി. എന്തൊക്കെയാടി എന്നെ കുറിച്ച് പറഞ്ഞത്? സോറി മായച്ചി, സോറി സോറി. അയ്യോ വേദനിക്കുന്നു. ഇനി അങ്ങനെ പറയില്ല. മായച്ചി വേണ്ട, വിട് മായച്ചി. നീ ചിരിക്കണ്ട.
നിന്റെ കയ്യിലുണ്ട് ഒരു പിടിക്കുള്ള മരുന്ന്. നിന്നെയൊക്കെ ഞാൻ ശരിയാക്കി തരാം. നീ എന്റെ നേരെ കൈ ഉയർത്തുവല്ലേടി? ഉഫ്. ശ്ശോ, എന്തോ ഒരു ചൂടായത്. ഡാ, ആ ഇത് വല്ല ശരിയാവോ? നോക്കട്ടെ മാഡം. അപ്പുറത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് ഒരു മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വരാം. പെട്ടെന്ന് പോയിട്ട് വാ. ആ തോക്കോ? ഇവനേതാ? ഉമ്മാർ ഇങ്ങോട്ടാണല്ലോ. എന്താ പ്രശ്നം? വണ്ടി കയറ്. ആ, വണ്ടിയിൽ കയറാം. ഈ വണ്ടിയിലല്ല, പിന്നെ ആ വണ്ടിയിൽ. എന്തിന്? കേറങ്ങോട്ട്. വിടടാ. എടാടാ, വിടടാ. പോടാ. കെട്ട്, കെട്ട്. കൈ പിടിച്ചോ, കെട്ട്. അങ്ങോട്ട് മാറാ. മിണ്ടരുതല്ലേ, ഞാൻ വെടിവെക്കും. ഓടി വായോ. ആര് വരുക? കേറിക്കോ, കേറിക്കോ. കൊച്ചി. എന്താ ഇത്? നിങ്ങൾ മേഡത്തെ മേഡത്തെ ഇറക്കിവിട്. നിക്കാൻ. വേണമെങ്കിൽ മറ്റന്നാൾ റെസ്റ്റോറന്റ് തുറക്കാം. എന്തു പറയുന്നു? അങ്ങനെ ചെയ്യാം സാർ. എന്തായാലും ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാം. യു ക്യാൻ ഗോ. ശരി സാർ. ഹലോ അർജുൻ. സാറേ അമ്മേ ആരൊക്കെ ചേർന്ന് പിടിച്ചോണ്ട് പോയി. എന്താണോ? എന്താ സംഭവിച്ചത്? അറിയില്ല സാർ, ആരാണെന്നൊന്നും അറിയില്ല സാർ.
ഏതാ ഈ സ്ഥലം? എടോ നോക്കിക്കൊണ്ടിരിക്കാതെ പിടിച്ചിറക്കണോ. എടോ എന്റെ കയ്യിൽ തോക്കിരിക്കുന്നുണ്ടല്ലോ, താൻ പിടിച്ചിറക്കണോ. ഓ പിടിച്ചിറക്ക അങ്ങോട്ട്. പടി പോലെ കയറി നിന്നോളും. പിടിക്കടാ. അങ്ങോട്ട് വാ, ഇങ്ങോട്ട്. അമ്മോ. What is this? എന്തിനാണ് എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നേ? This is kidnapping. ഞങ്ങൾ നിങ്ങളെ തട്ടിക്കൊണ്ടുവന്നതാണ്. തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. എന്തിന്? എന്തിനാടാ? എടാ ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നീയൊക്കെ ആരാ? എന്തിനാ എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നേ? Tell me. 2 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ഉത്തരം വേണ്ടത്. ചോദ്യം നമ്പർ 1, ഞങ്ങളൊക്കെ ആരാണ്? ഉത്തരം ലളിതമല്ല, കുറച്ച് പ്രയാസമുള്ളതാണ്, എങ്കിലും പറയാം. വി ആർ ബ്ലാക്ക് ടൈഗേഴ്സ്. പാട്ടല്ല, ബ്ലാക്ക് ടൈഗേഴ്സ്. ചോദ്യം നമ്പർ 2, ഞങ്ങൾ എന്തിന് നിങ്ങളെ പിടിച്ചുകൊണ്ടുവന്നു? ലോകത്ത് ഇതുവരെ ഒരു ഗുണ്ടകൾക്ക് ഉത്തരമില്ലാത്ത ചോദ്യമാണ്. അതുകൊണ്ട് അതിന് നോ ആൻസർ. നീ കുറെ നേരം കൊന്നു പിടിച്ചോണ്ടിരിക്കുന്ന ഓടിക്കല്ലേ. അയ്യോ, ഇത് കുന്തമല്ല, തോക്കാണ്, തോക്ക്. അനങ്ങരുത്, ഞാൻ വെടിവെക്കും. പൊട്ടിക്കടാ. എന്നാ പൊട്ടിക്കടാ. എന്നാ പൊട്ടിക്കടാ. അയ്യോ അയ്യോ, പൊട്ടിക്കാൻ വന്നിരിക്കുന്നു. ഓരകൾ കാണിക്കരുത്. ഇത് ഗുണ്ടാ സങ്കേതമാ, എതിർത്താ കൊന്നുകളയും. നീ എന്നെ കൊല്ലുവോ? കൊല്ലുവാ നീ എന്നെ? ധൈര്യമായിട്ട് കൊല്ലുവാ. കൊല്ല്. വിടുതള്ളേ. അനങ്ങരുത്, ചുട്ടുകളയും. അയ്യോ അമ്മ. ദേ തള്ളേ, മര്യാദയ്ക്ക് ഒന്നോണം, കൂടുതൽ അഭ്യാസം എടുക്കരുത്. ആരെയാണോ നീ പേടിപ്പിക്കുന്നേ? പേടിപ്പിക്കോടാ. അല്ല പിന്നെ തള്ളേ, ഇവിടുന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട, നടക്കില്ല. നീ കുറെ നേരമല്ലേ എന്നെ തള്ളേന്ന് വിളിക്കുന്നു. Who is തള്ള? Call me mother. നീ തള്ളേന്ന് വിളിക്കോടാ. അയ്യോ ഇല്ല തള്ളേ. വിളിക്കോ? അയ്യോ ആവേശം പോയേ. എന്നെ വിട്, എന്നെ വിട്. ആഹാ. വേണ്ട വേണ്ടെന്ന് വെച്ചപ്പോ നീക്ക് എന്ത് വിചാരിച്ചതാ? ഞാൻ ആരാന്ന് വിചാരിച്ചു? അവിടെ വേണ്ട, ഇത് കൊള്ളാം. വിളിക്കൂ. ഇത്രേ ഉള്ളൂ. അതോ ലോകക്കാരോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. ചുമന്ന് മാറ്റടാ. എന്താ പറഞ്ഞേ? ചുമന്നു മാറ്റാനോ? ഇമ്പോസിബിൾ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വലിച്ചിഴച്ചോണ്ട് പോവാ. പിടിക്ക്, പിടി. സത്യമാണോ? മായച്ചി, താരച്ചി, മായച്ചി, താരച്ചി, മായച്ചി, താരച്ചി. എന്താ ചിത്രേ, എന്തു പറ്റി? എന്റെ പൊന്നു കമ്മീഷണറെ, കാര്യത്തിന്റെ സീരിയസ്നെസ് തനിക്ക് മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്പം ശ്രദ്ധിച്ചു വേണം ഈ കേസ് കൈകാര്യം ചെയ്യാൻ. കാരണം അവരുടെ കയ്യിലുള്ളത് അമ്മയുടെ ജീവന്. അതെ, അതുകൊണ്ടാ എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത്. ഇല്ലെങ്കിൽ ഇതിനകം ഞാൻ അവനെ കൊന്നേനെ. മൂർത്തിയാണ് ഇതിന് പിന്നിലെന്ന് നമുക്കറിയാം. പക്ഷേ അവനെ അങ്ങനെ അങ്ങ് എഴുത്തള്ളാൻ നമുക്ക് കഴിയില്ല. തൽക്കാലം പോലീസിന് ഇടപെടുത്താൻ കഴിയില്ല. അത് ശരിയല്ല ഡി കെ. പോലീസ് ഇതുപോലെ എത്രയോ ഓപ്പറേഷൻ വിജയിപ്പിച്ചിട്ടുണ്ട്. നോ സർ, ആ പരീക്ഷണം ഒന്നും വേണ്ട. അവൻ എവിടെയാണെന്ന് നിങ്ങൾ എനിക്ക് ലൊക്കേറ്റ് ചെയ്ത് തന്നാൽ മാത്രം മതി. ബാക്കി ഞാൻ നോക്കിക്കോളാം. പിന്നെ വിവരങ്ങൾ പത്രക്കാരോ മറ്റോ അറിയാതെ ശ്രദ്ധിക്കണം. അതവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡി കെ, നിങ്ങൾ ധൈര്യമായിരിക്കൂ. സർ, ദയവ് ഇത് പോലീസ് എന്നെ പുറത്തു നിന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ധൈര്യമായിരിക്കും ഡി കെ. ഇപ്പൊ തന്നെ എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് അയക്കാം. അരമണിക്കൂറിനുള്ളിൽ അവനും അമ്മയും എവിടെയാണെന്നുള്ള റിപ്പോർട്ട് ഞാൻ തരും.
ഓ എന്തൊരു മുടിഞ്ഞ ഭാരമായിരുന്നു. ഓ ഈ തള്ളേനെ പിടിച്ചോണ്ട് നീ കസേരയിൽ കെട്ടിയിരുത്താൻ പെട്ട പാട് ചില്ലറയൊന്നും അല്ല. This is cheating. ഇതാരെ കെട്ടിയിട്ടിരിക്കുന്നേ?